നിങ്ങൾക്ക് എന്താ പണി? കുക്കിംഗ് ടൈപ്പിലല്ലേ നമ്മള് വെറുതെ വിടില്ല. അവരെ അവിടുത്തെ തളയ്ക്ക. മകളോ മരുമകളോ വന്നാല് അവരെ മാറ്റി നിർത്തി ഇതൊക്കെ ഞാൻ ചെയ്യാമെന്ന് കാണിക്കും. 1, 2, 3, 4, 5 വീടുണ്ട്. 2 പേര് റിട്ടയർ ആയിരുന്നെങ്കിൽ ആൺ പെണ്ണെന്ന് അങ്ങനെ ഭേദമൊന്നുമില്ല. ആണിനും കയറാം അടുക്കളയില്. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. അത് ശരി. സാധാരണപരമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫിന് അല്ലെങ്കിൽ ഒരു വയസ്സാകുമ്പോൾ ഒരു ജീവിതത്തിന് അടുക്കളയിലേക്ക് ആ കട്ടിലും കൂടി വിറ്റിട്ട് നമ്മുടെ വിശ്രമപരമായ ഒരു ഹോംനേഴ്സും ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണല്ലേ. സമാന ചിന്താഗതികളുള്ള ഒരു വരുമാനമുള്ള ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരേ ഏജ് ഒക്കെ ഉള്ള റിട്ടയർമെന്റ് വരെ ആണ്. ഇപ്പൊ നമ്മുടെ കോളേജുകളിലും ഹോസ്റ്റലുകളിലൊക്കെ കുട്ടികൾ ഹോസ്റ്റലുകളിൽ പല ഏജുകാരുണ്ടാവും. ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് ഒരു ദിവസം ഈ വിഷയമുള്ളൂ. പിന്നെ മാത്രമല്ല എല്ലാ ഫുഡും ഉണ്ടാക്കണം വിധേയം ആവണ്ട. കുറച്ചൊക്കെ അവനെ താല്പര്യമുള്ളത് വീട്ടിലുണ്ടാക്കിയിട്ട് ബാക്കി മെയിൻ ഫുഡുകൾ രാവിലത്തെ പലഹാരം അതെ അല്ല ഉച്ച ഭക്ഷണവും രാത്രി ഭക്ഷണവും എന്ന് പറഞ്ഞാൽ അതാണ്. അതെ അതിന്റെ ചെലവെല്ലാം കൂടി മേക്ക് ചെയ്താല് അതാണ് സമൂഹ അടുക്കള തന്നെയാണ് ഏറ്റവും നല്ലത്. സാമ്പാറും ചോറും മുട്ടയും പാലും ഒക്കെ കൊടുക്കണില്ലേ? അതേപോലെ അപ്പോ സമൂഹ അടുക്കള തന്നെയാണ് ഇതിന് പകരം എന്നാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പ്രീ കുക്കർ പരിപാടികളൊക്കെ അതും സമയം ചെലവാകുന്നുണ്ട് കൂടുതൽ. ഒന്ന് നമ്മൾ പ്രീ കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ടോ പിന്നെ വീട്ടിലിരിക്കണോ നിങ്ങൾക്ക് എന്താ പണി? അത് ചോദിച്ചോട്ടെ. പണിയൊക്കെ ധാരാളമുണ്ട്. ക്ലീനിങ്ങും വാഷിങ്ങും. അല്ല അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം വീഡിയോ എടുക്കാനോ കുക്കിംഗ് ടൈപ്പിലല്ലേ നമ്മള് വെറുതെ വിടില്ല. അവരെ അവിടുത്തെ തളയ്ക്ക. അവർക്ക് ഒരു അടുക്കള സ്വന്തമായിട്ട് കൊടുക്കുക. അവരവിടെ ആജീവനത്തെ കയ്യിൽ നിൽക്കുക. അല്ലാത്തവർക്ക് പാട്ട് പാടാനോ എന്തെങ്കിലുമൊക്കെ ലൈബ്രറിപ്പെട്ട് പുസ്തകം വാങ്ങാനൊക്കെ ചില തടസ്സം ചെയ്യുക. അതാണ് അത് മാറ്റണം. അപ്പോൾ ഞാൻ പറയുന്നത് സമൂഹ അടുക്കള എന്ന് പറഞ്ഞാൽ അതിനൊരു ജനാധിപത്യവും ഒരു ഇടപെടലും ഒരു ഉൾക്കൊള്ളലും ഒരു ഊഴങ്കാക്കലൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും നന്നാവുക എന്നാണ്. നമുക്ക് അതിനു വേണ്ടി ഒരു 3-4 വീട്ടിലെ ചെറിയ ചർച്ച നമുക്ക് ആരും കുറിച്ച് നോക്കാം. എന്താ നിലപാട് അറിയാലോ. ചർച്ച തുടങ്ങുന്നിടത്ത് തന്നെ അല്ലേ എന്താ വെച്ചാൽ എതിർപ്പുകളുണ്ട്. കാരണം മിക്കവാറും ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ മിക്കവാറും അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും എടുക്കുന്നത്. അമ്മ തന്നെയായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ മകളോ മരുമകളോ വന്നാല് അവരെ മാറ്റി നിർത്തി ഇതൊക്കെ ഞാൻ ചെയ്യാമെന്ന് കാണിക്കുന്നത്. ഒരേപോലെയുള്ള ചിന്താഗതികളും ഒരേപോലെ വരുമാനമുള്ളവരും ഒക്കെ ഉള്ളവരും ഒക്കെ ഒരുമിച്ച് തന്നെയാണ്. എന്നാൽ തന്നെയാണ് അത് നടക്കുന്നുണ്ട്. നമ്മുടെ 1, 2, 3, 4, 5 വീടുണ്ട്. ട്രാൻസ്പോർട്ടിങ്ങൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഈ ചൂടാക്കിയത് അവരോടൊക്കെ ബുദ്ധിമുട്ടുള്ള. എന്നാലും ഒന്ന് ആലോചിച്ച് ഒരാഴ്ച ഒന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം നമുക്ക് പറ്റണില്ല. ഉദാഹരണം ഒരു കല്യാണം കഴിഞ്ഞു, അതിനെ കുറച്ച് സാധനങ്ങൾ ബാക്കി വന്നു ഒരു വീട്ടിലിരിക്കുകയാണ്. അത് പല വീടുകളിലേക്ക് കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ പാത്രം അന്വേഷിച്ച് പോകണം. ചിലപ്പോൾ കൊണ്ടുതരാൻ മറക്കും, അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കാൻ മറക്കും. അങ്ങനെയൊക്കെ നിൽക്കും. ഇപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കുന്നത്? ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് വേണമെങ്കിൽ സെർവൻറ്റിനെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അതിനൊരു ഇതുണ്ടാക്കുക, എന്തെങ്കിലും ചെയ്യാലോ. ഒരു വീട്ടിൽ 2 പേര് റിട്ടയർ ആയിരുന്നെങ്കിൽ ആൺ പെണ്ണെന്ന് അങ്ങനെ ഭേദമൊന്നുമില്ല. ആണിനും കയറാം അടുക്കളയില്, പെണ്ണിനും കയറാം അടുക്കളയില്. അങ്ങനെയൊക്കെ ആവാം. പുരുഷന്മാർക്ക് അടുക്കളയിൽ പറ്റില്ല ഒന്നുമില്ല. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല അത് ശരിയാണ്. എന്ന് പഠിക്കാനാ ഒരു നേരത്തിൽ ചെയ്താൽ മതി. അതൊക്കെ സമൂഹ അടുക്കളയെ പറ്റി നമ്മൾ ഇങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. പ്രയോഗത്തിൽ പ്രായോഗികമായ രീതിയിൽ അത് നിലനിൽക്കുന്ന രീതിയിൽ ഇപ്പൊ കുടുംബശ്രീയൊക്കെ പോകണ്ടേ, ഒരു ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് വിപണനത്തിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുണ്ടാവും ആശയ
വൈരുദ്ധ്യങ്ങളുണ്ടാവും. പക്ഷെ എന്നിട്ട് നടന്നു പോകണില്ലേ? അതുകൊണ്ട് പക്ഷെ അതുപോലെ എന്നല്ല, നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫിന് അല്ലെങ്കിൽ ഒരു വയസ്സാകുമ്പോൾ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മൾ ചെയ്യണം. അതിനിടയ്ക്ക് അപ്പോൾ നമുക്ക് നല്ലത് അടുക്കളയിലേക്ക് ആ കട്ടിലും കൂടി വിട്ടിട്ട് നമ്മുടെ വിശ്രമപരമായ അല്ലാതെ വിശ്രമ ജീവിതം പണിയെടുത്ത് അത് നമ്മൾ വീട്ടിലുള്ളവർ തന്നെ വിചാരിച്ചാണ് പണിക്ക് ശരിക്കും പറഞ്ഞപ്പോ നമ്മുടെ വീടുകളിലേക്ക് തന്നെ പണിക്ക് ആളെ കിട്ടാത്ത മറ്റുണ്ട്. കാരണം ഇപ്പൊ ഈ തൊഴിലുറപ്പ് വന്നതോടുകൂടി എല്ലാവർക്കും അതിന് പോകാനാണ് വളരെ താല്പര്യം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ ഇത്രയും പണികൾ കഴിയണം എന്നുണ്ടാവും. അങ്ങനെ ഒരു സ്ഥിരം സർവീസിന്റെ ആവശ്യം വീട്ടിലുണ്ടോ? പ്രത്യേകിച്ച് ഈ വീട്ടിലൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഭക്ഷണം പാചകത്തിനേക്കാൾ ഏറ്റവും വലിയ പണി എന്നറിയോ? പാത്രം കഴുകലാണ്. അത് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ചിന്തിക്കേണ്ട വിഷയമാണ്. അതെ, അതിനനുസരിച്ചിട്ടുള്ളൊരു പെരുമാറ്റം വേണ്ടതാണ്. നമ്മളെന്തായാലും മുറുക്കെ പിടിക്കുക നമ്മുടെ പഴയ ശീലങ്ങൾ. കാരണം ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ മക്കളൊക്കെ പ്രായമായി ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു വിദേശത്തായിരിക്കും. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടാവുള്ളൂ. ഒരു ഹോം നേഴ്സും പല വീടുകളിലും തെക്കോട്ട് ഒക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ കിടപ്പിലാവുന്നവർക്കല്ലേ ഹോം നേഴ്സ്? അതിപ്പോ രണ്ട്